സമൂഹത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഗുണം ചെയ്യുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഡ്യൂട്ടി. കർത്തവ്യബോധമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്കുള്ളത്. നിസ്വാർത്ഥതയോടുകൂടി ജന്മം നൽകുന്ന ഒരു മാതാപിതാക്കളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ സ്വത്ത് സംരക്ഷിക്കാനായിരിക്കില്ല മക്കളുണ്ടാവുന്നത് തന്നെ. ഇന്നത്തെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മക്കളുണ്ടാകുന്നത് തന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോജിക്ക് ശരിയാണോ? നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നുണ്ട്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സമൂഹത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഗുണം ചെയ്യുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഡ്യൂട്ടി. ആ കുട്ടി ലോക നന്മയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടിയെ സ്വാർത്ഥതയുടെ പേരിൽ ആഗ്രഹിക്കാൻ പാടില്ല. ആ കുട്ടിയെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക ചെയ്യേണ്ടത്. ഉദാഹരണം, നമ്മളുടെ പ്രധാനമന്ത്രിയെ തന്നെ എടുത്തോ. കർത്തവ്യബോധമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മയെ അദ്ദേഹം ഉപേക്ഷിച്ചില്ല. അവസാന കാലം വരെ അമ്മയെ സംരക്ഷിച്ചു. അതേസമയം അദ്ദേഹത്തിൻ്റെ കർത്തവ്യത്തെയും ഉപേക്ഷിച്ചിട്ടില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയെ വന്ന് കണ്ട് സന്തോഷപൂർവ്വമുള്ളൊരു ജീവിതം നയിച്ചു പോയി. പക്ഷെ അമ്മയെ നോക്കാൻ വേണ്ടി വലിയൊരു കർത്തവ്യത്തെ ഉപേക്ഷിച്ചില്ല. ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നതാണ്. ഈ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് ഇതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇതിന് മുൻപുള്ളതും ഇതിന് ശേഷമുള്ളതുമായിട്ടുള്ള പല വീഡിയോയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഒരു മാതാപിതാവിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും വിവാഹം ചെയ്യുന്ന ഒരുവൻ ഭാര്യയോടുകൂടി ജീവിക്കുമ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഓർബിറ്റ് ചേഞ്ച് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാച്ച്മെൻറ്റും ഡിറ്റാച്ച്മെൻറ്റും വരികയാണ്. പിന്നെ മാതാപിതാക്കൾക്കല്ല അവിടെ പ്രയോറിറ്റി വരുന്നത്. അവൻ്റെ ഫസ്റ്റ് ഓർബിറ്റിനാണ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റിയാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. നിസ്വാർത്ഥതയോടുകൂടി ജന്മം നൽകുന്ന ഒരു മാതാപിതാക്കളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ സ്വത്ത് സംരക്ഷിക്കാനായിരിക്കില്ല മക്കളുണ്ടാവുന്നത് തന്നെ. പ്രപഞ്ചത്തിന് സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ ജീവിത സാഹചര്യം അനുസരിച്ച് മാതാപിതാക്കളോട് കൂടി ജീവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിസ്വാർത്ഥതയോടുകൂടി തന്നെ ഏറ്റവും സ്നേഹത്തോടെ മാതാപിതാക്കളെ സംരക്ഷിക്കണം. ഇനി അവൻ്റെ ജീവിത സാഹചര്യം കുടുംബത്തിൽ നിന്ന് വിട്ടുമാറി മറ്റൊരു സ്ഥലത്ത് ജീവിക്കാനാണ് സാഹചര്യം ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മക്കളോട് ചേർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ മക്കളിൽ നിന്ന് ഡിറ്റാച്ച്ഡായി ജീവിക്കാനോ പഠിക്കണം. നമ്മൾ ഓരോരുത്തരും ഭൂമിയിലേക്ക് ഇൻഡിവിജ്വലായിട്ടാണ് വന്നത്. നമ്മളിവിടെ നിന്ന് പോകുന്നതും ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ്. ഇത് ഓരോ ഘട്ടവും നമുക്ക് തന്നിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ അതിൻ്റേതായ പരിവർത്തനം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ കുഞ്ഞായിരിക്കുമ്പോൾ മാതാപിതാക്കളോട് അറ്റാച്ച്ഡായിട്ട് ജീവിക്കും. 5 വർഷം കൊണ്ട് അവൻ 5 വയസ്സെത്തി അവന് നടക്കാനും ഓടി നടക്കാനും കഴിവായി. അതെത്തിക്കഴിയുമ്പോൾ പിന്നീട് അവൻ കൗമാരത്തിലേക്ക് കടന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും കാലഘട്ടങ്ങളും വേറെയാണ്. പിന്നെ അവൻ വിവാഹിതനായി കുടുംബജീവിതമായി. അപ്പോഴേക്കും ഈ പറയുന്ന ജീവിത കാലഘട്ടം 3-ാമത്തെ ഭാഗത്തെത്തി. വിവാഹത്തിന് മുൻപ് തന്നെ ഒരുവൻ സന്യാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ സന്യാസം എന്താണെന്ന് അറിഞ്ഞ് ജീവിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഭാവിയിൽ മക്കൾ സംരക്ഷിക്കേണ്ട ആവശ്യം വരില്ല. ആ വ്യക്തിക്ക് സ്വയമേ ബോധ്യപ്പെടും ഇനി എൻ്റെ ജീവിതം എങ്ങോട്ടാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന്. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു മനോഹരമായ ജീവിതമാക്കി എടുക്കാൻ പറ്റും ഒരാത്മീയതയുള്ള ഏതൊരു വ്യക്തിക്കും.